കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് കോർപ്പറേഷനുകളിലേക്ക് അടക്കം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ്. പിന്നീട് ഒരുപക്ഷെ താരതമ്യം ചെയ്യുമ്പോൾ ജില്ലാ പഞ്ചായത്തിൽ ആണ് ഇടത് വലത് മുന്നണികൾ ഇഞ്ചോടിഞ്ച് പൊരുതിയത് എന്ന് മനസ്സിലാക്കും. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നഗരസഭകളിലും എല്ലാം തന്നെ UDFിൻ്റെ ഒരു മേൽക്കൈയായിരുന്നു തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രകടമായത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ വലിയ ഊർജ്ജമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം UDFിന് നൽകിക്കൊണ്ട് ഇരിക്കുന്നത്. അതേസമയം ഇപ്പോഴും കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട്, പ്രത്യേകിച്ച് മേയർമാരെ തെരഞ്ഞെടുക്കുന്നതിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് കൊച്ചി മേയറെ സംബന്ധിച്ച് ആണ്. കൊച്ചി മേയർ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെട്ടത് കോർപ്പറേഷനുകൾ ആയിരുന്നു. ഏതാണ്ടൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവത്തിലുള്ള പ്രചാരണം തന്നെയായിരുന്നു. അതിപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും കൊച്ചിയിലും തൃശ്ശൂരും കോഴിക്കോടും കണ്ണൂരും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ തന്നെ വ്യാവസായിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന കൊച്ചി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കൊച്ചി തിരിച്ചു പിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവശ്യമായിരുന്നു. കൊച്ചിയിൽ ഇത്തവണ വനിതാ സംവരണം ആണ്. അതുകൊണ്ട് തന്നെ പ്രമുഖരെ കളത്തിൽ ഇറക്കിക്കൊണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതാ നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അവിടെ ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു എന്നിങ്ങനെ 3 മുഖങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ 3 മുഖങ്ങളും തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട മുഖങ്ങൾ ആയിരുന്നു. ഒരു പക്ഷേ വിജയിക്കുകയാണെങ്കിൽ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും കൊച്ചിയുടെ മേയർ ആവുക എന്നതും ഏതാണ്ട് ഉറപ്പിച്ചിരുന്ന സാഹചര്യം ആണ് ഉള്ളത്. പക്ഷേ ഒരല്പം മുൻതൂക്കം ദീപ്തി മേരി വർഗീസിന് ഉണ്ടായിരുന്നു എന്ന് വേണം പൊതുവെ അവിടെ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലടക്കം ഉയർത്തി കാണിച്ചവരിൽ പ്രധാനപ്പെട്ട നേതാവ് തീർച്ചയായും ദീപ്തി മേരി വർഗീസ് തന്നെയായിരുന്നു. ഈ പാർട്ടി ചർച്ചകളിലും വേദികളിലും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടതും ആ പേര് തന്നെ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കല്ല കോൺഗ്രസ് എത്തപ്പെട്ടത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ ഇതാ VK മിനിമോൾ ആണ് ഇപ്പോൾ കൊച്ചിയുടെ മേയറാകാൻ പോകുന്നത്. VK മിനിമോൾ പാലാരിവട്ടം ഡിവിഷനിൽ നിന്ന് വിജയിച്ച ആളാണ്. ആദ്യത്തെ 2.5 വർഷക്കാലം VK മിനിമോൾ ആയിരിക്കും കൊച്ചിയുടെ മേയർ സ്ഥാനത്ത് തുടരുക എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ തീരുമാനം. അപ്പോൾ സ്വാഭാവികമായും അടുത്ത 2.5 വർഷക്കാലം ആര് എന്ന സംശയമുണ്ടാകും. ആ സംശയത്തിനുള്ള മറുപടിയാണ് ഷൈനി മാത്യു എന്നത്. ഷൈനി മാത്യു അടുത്ത 2.5 വർഷക്കാലം, ആദ്യത്തെ 2.5 ടേമിന് ശേഷം അടുത്ത 2.5 ടേം എന്നത് ഷൈനി മാത്യുവിൻ്റേതാണ്. ഫോർട്ട് കൊച്ചി ഡിവിഷനിൽ നിന്നുമാണ് ഷൈനി മാത്യു തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതാണ് നിലവിലെ മേയർമാരുമായി ബന്ധപ്പെട്ട തീരുമാനം. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഡെപ്യൂട്ടി മേയർമാരുടെ തീരുമാനത്തിലും 2 പേരുകൾ തന്നെയാണ് പ്രധാനമായും പറയാനുള്ളത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ദീപക് ജോയിയും അതോടൊപ്പം തന്നെ KVP കൃഷ്ണകുമാർ എന്നിങ്ങനെ 2 പേരുകൾ ആണ് ഇപ്പോൾ പരിഗണനയിൽ ഉള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നിലയിൽ സാഹചര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കൊച്ചി കോർപ്പറേഷൻ്റെ മറ്റൊരു ചിത്രം കൂടി ഒന്ന് പരിശോധിച്ച് പോകേണ്ടത്. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള സീറ്റുകൾ എന്നത് 76 ആണ്. 76 സീറ്റുകളാണ് കൊച്ചി കോർപ്പറേഷനിൽ ഉള്ളത്. ആ 76 സീറ്റുകളിൽ കോൺഗ്രസിന് 42 സീറ്റുകളുണ്ട്, മുസ്ലിം ലീഗിന് 3 സീറ്റുകളുണ്ട്. അപ്പോൾ തന്നെ UDFിൻ്റെ ഒരു അംഗബലം നമുക്ക് ഇപ്പോൾ തന്നെ വളരെ പ്രകടമാണ്. കോൺഗ്രസ് മുസ്ലിം ലീഗ് മാത്രം എടുത്താൽ തന്നെ 45 ആയി എന്നതാണ്. 76 സീറ്റുകൾ ആണ് ആകെയുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായും ഒരു 38-39 സീറ്റുകൾ ഉണ്ടെങ്കിൽ വ്യക്തമായ മേൽക്കൈയാണ്. അവിടെ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഭരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനുണ്ട്. കാരണം കോൺഗ്രസിന് മാത്രം 42 അംഗങ്ങളാണുള്ളത്. മറുഭാഗത്താകട്ടെ കേരള കോൺഗ്രസിന് 1, UDF സ്വതന്ത്രൻ 1 എന്നിങ്ങനെ 2 പേർ ഉണ്ട്. അത് ഒട്ടും പ്രധാനപ്പെട്ട ഒരു കണക്കല്ല എന്ന് മനസ്സിലാകും. കാരണം അപ്പുറത്ത് വലിയ മുന്നേറ്റം ആണ് കോൺഗ്രസ് മാത്രം നടത്തിയിട്ടുള്ളത്. ഒപ്പം മുസ്ലിം ലീഗ്. മറ്റൊന്ന് കണക്ക് മറുഭാഗത്തേക്ക്, അതായത് LDFിൻ്റെ ഡേറ്റ പരിശോധിക്കുമ്പോൾ കേവലം 22 സീറ്റുകളിൽ മാത്രമാണ് LDFിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. NDA 6, മറ്റുള്ളവർ 1. അപ്പോൾ സ്വാഭാവികമാണ് പ്രതിപക്ഷ നിരയിൽ അങ്ങേയറ്റം ദുർബലമാകുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. ഇവിടെയാണ് ഈ കൊച്ചി കോർപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ടതാവുന്നത്, അവിടുത്തെ രാഷ്ട്രീയം പ്രധാനപ്പെട്ടതാവുന്നത്, ഒപ്പം ആരാണ് മേയർ എന്നത് സംബന്ധിച്ച തീരുമാനവും പ്രധാനപ്പെട്ടതാവുന്നത്. ഞാൻ കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ഉണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞയിലേക്ക് ആദ്യം തന്നെ പോകുമ്പോൾ, ആജ്ഞ ഈ കണക്കുകൾ അനുസരിച്ച് വളരെ വ്യക്തമായൊരു മേൽക്കൈയും മെജോറിറ്റിയും ഒക്കെ നേടിയിട്ടുണ്ടെങ്കിലും മേയർ ആര് എന്നത് സംബന്ധിച്ച തീരുമാനത്തിൽ ചൊല്ലി ഇപ്പോൾ വിവാദം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ദീപ്തി മേരി വർഗീസിനെ പിന്തുണച്ചുകൊണ്ട്
നേതാക്കൾ എത്തിയിരിക്കുന്നു. മാത്യു കുഴനാടിനെ പോലെയുള്ള ആളുകൾ, സിനിമാ മേഖലയിൽ നിന്ന് പോലും ആളുകൾ, ടിനി ടോമൊക്കെ ദീപ്തിയെ തഴഞ്ഞതിലുള്ള ഒരു അതൃപ്തി പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴും ഈ പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിക്കപ്പെട്ട നിലയിലാണോ? ഇനിയിപ്പോൾ ഈ പേരുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റത്തിന് സാധ്യതയുണ്ടോ? റൈറ്റ്, ആജ്ഞയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നിലവിൽ ചില പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നു. അതായത് തീരുമാനമെടുത്തതിന് ശേഷവും ഇപ്പോഴും വിയോജിപ്പുകളുണ്ട്, ആക്ഷേപങ്ങളുണ്ട് കൊച്ചിയിൽ എന്നതാണ്. കാരണം ദീപ്തി മേരി വർഗീസിനെ പോലെ ഒരു നേതാവിനെ ഉയർത്തി കാണിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ദീപ്തിയെ മാറ്റുന്നത് ശരിയല്ല എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട്. ആജ്ഞ, ഇതിന് കാരണം മതസാമുദായിക സംഘടനകളുടെ ഇടപെടൽ ആണ് എന്ന ആക്ഷേപമുണ്ട്. മുസ്ലിം ലീഗ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ആവശ്യപ്പെട്ടിരുന്നതാണ്, അത് നൽകാത്ത പശ്ചാത്തലമുണ്ട്. എന്താണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ ആജ്ഞ? അഭിലാഷ്, മേയർ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും 2.5 വർഷം, അതായത് 2 ടേമായിട്ട് വിഭജിച്ച് 4 പേർക്കാണ് ഇപ്പോൾ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിലേക്ക് മൊത്തം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 4 പേരെയാണ്. അതായത് ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഈ സാമുദായിക സമവാക്യങ്ങൾ പ്രോപ്പറായി പാലിക്കാനുള്ള ഒരു സമ്മർദ്ദം നേരത്തെ മുതലേ ഉണ്ടായിരുന്നു. അതേസമയം മേയർ സ്ഥാനം വനിതാ സംവരണമായതുകൊണ്ട് തന്നെ മേയർ സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ച 3 പേരും വിജയിച്ചു വന്നതാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF-നെ പ്രതിസന്ധിയിലാക്കിയിരുന്നത്. അങ്ങനെയാണ്. അതേസമയം നമുക്ക് ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ദീപക് ജോയും KVP കൃഷ്ണകുമാറും പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 2 പേരും 2.5 വർഷം വീതം ഡെപ്യൂട്ടി മേയറായി ഭരണം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം മേയർ സ്ഥാനമാണ് പ്രധാനമായും ഈ പറയുന്ന വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ ഇടയാക്കിയിരിക്കുന്നത്. കാരണം ദീപ്തി മേരി വർഗീസ്, അതുപോലെ തന്നെ VK മിനിമോൾ, ഷൈനി മാത്യു തുടങ്ങിയ 3 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട മേയർ സ്ഥാനാർത്ഥികളായി തീരുമാനിച്ചിരുന്നതും. ഈ 3 പേരാണ് വിജയിച്ചു വന്നത്. ആ ഒരു സാഹചര്യത്തിൽ KPCC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ദീപ്തി മേരി വർഗീസിന് കൂടുതൽ സാധ്യതയുണ്ടാകും എന്നുള്ള ഒരു സാഹചര്യമായിരുന്നു മൊത്തത്തിൽ ഒരു ചർച്ചയായിരുന്നത്. അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്നലെ മേയർ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ ദീപ്തി മേരി വർഗീസ് പട്ടികയിലേ ഇല്ല, അല്ലെങ്കിൽ ചിത്രത്തിലേ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. അത് പ്രത്യേകിച്ചും VK മിനിമോളും അതുപോലെ ഷൈനി മാത്യുവും 2 ടേമായിട്ട് മേയർ സ്ഥാനം പങ്കിടുമെന്നാണ് DCC നേതൃത്വം കഴിഞ്ഞ ദിവസം അറിയിച്ചത്. അങ്ങനെയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇതൊരു വലിയ വിവാദമായിരിക്കണം, വലിയ ചർച്ചയായിരിക്കണം. പ്രത്യേകിച്ചും മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ ദീപ്തി മേരി വർഗീസിനെ പരിഗണിച്ചില്ല എന്നുള്ളത് ദീപ്തി മേരി വർഗീസിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും തന്നെ KPCC-യിലും കോൺഗ്രസിലും DCC-യിലും വിവിധ പക്ഷങ്ങളുണ്ട്. അതേസമയം KPCC-യുടെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് ദീപ്തി മേരി വർഗീസ് KPCC-ക്ക് പരാതിയും നൽകിയിരിക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും അതായത് KPCC നേതൃനിരയിലുള്ള ആളുകൾ മത്സരിച്ചാൽ അവരെ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണം എന്നുള്ള ഒരു മാനദണ്ഡമുണ്ട്. അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രധാനമായും ദീപ്തി മേരി വർഗീസ് ചൂണ്ടിക്കാണിക്കുന്നു. അതുമാത്രമല്ല, നേരത്തെ തന്നെ ഈ 2 മേയർ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അതും KPCC നേതൃത്വം വേണം തീരുമാനിക്കാൻ, അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ എന്നുള്ള ഒരു മാനദണ്ഡം കൂടിയുണ്ട്. അതും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ദീപ്തി മേരി വർഗീസിന്റെ പരാതി. തീർച്ചയായും ആജ്ഞ സൂചിപ്പിക്കുന്നത് പോലെ ആ പരാതിയുടെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം. ആജ്ഞ തുടരുക. തീർച്ചയായും ഇവിടെ ഇതാ ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ചിടത്തോളം അവർ മീഡിയ കോർഡിനേറ്റർ അടക്കമുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ വരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ആ പ്രദേശത്തെ ഒരു മുഖം കൂടിയാണ് ദീപ്തി മേരി വർഗീസ് എന്നത് എടുത്തു പറയേണ്ടതാണ്. അവിടെയാണ് ചില പരാതികളും ആക്ഷേപങ്ങളും ദീപ്തിക്ക് ഉന്നയിക്കാൻ ഉള്ളത്. ആ ആക്ഷേപങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ആക്ഷേപം തന്നെയാണ്. ആ പരാതിയുടെ ഉള്ളടക്കം വളരെ പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് പോകുമ്പോൾ ഒഴിവാക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നു എന്നതാണ് ദീപ്തി മേരി വർഗീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട ആരോപണം. തന്നെ ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവമായി തന്നെയുള്ള നീക്കമാണ് നടന്നത് എന്നുള്ളതാണ്. ഒപ്പം ആജ്ഞ സൂചിപ്പിച്ചതുപോലെ KPCC-യുടെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു കാരണമായി പറയുന്നത്. KPCC-യുടെ സർക്കുലറും തെറ്റിച്ചിരിക്കുകയാണ് എന്നതാണ് പറയുന്നത്. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള നേതാക്കൾ വോട്ടെടുപ്പിന് വന്നില്ല എന്ന ആക്ഷേപമുണ്ട്. അതോടൊപ്പം തന്നെ പുറത്തു പറഞ്ഞിട്ടുള്ള കണക്കുകൾ, ആ കണക്കുകളിലും പരാതിയുണ്ട്. അതായത് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്, UDF ജില്ലാ ചെയർമാനായിട്ടുള്ള ഡൊമിനിക് പ്രസന്റേഷൻ, മുതിർന്ന നേതാവ് N വേണുഗോപാൽ എന്നിവർ ഉൾപ്പെട്ട കോർ കമ്മിറ്റിയാണ് ഓരോ കൗൺസിലറെയും പ്രത്യേകം കണ്ട് അഭിപ്രായം തേടിയത് എന്നാണ് പറയുന്നത്.